സിലോപ്പിയ മീൻ വേവിച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 4 വലിയ സിലോപ്പിയ മീനാണ് എടുത്തിരിക്കുന്നത്. വിനീഗറും ഉപ്പും ചേർത്ത് നല്ലതുപോലെ കഴുകിയെടുക്കണം. കറി വയ്ക്കാനായതുകൊണ്ട് ഒരു മീൻ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു പാൻ ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കുറച്ചൊന്ന് വാടിയാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ചെറിയൊരു മസാലയുടെ ഫ്ലേവർ ഇതിനുണ്ടാകും. ഇത്രയും വഴറ്റിക്കഴിഞ്ഞാൽ പിന്നെ പൊടികൾ ചേർക്കാം. ഫ്ലെയിം ഒന്ന് സിമ്മർ ചെയ്യണം. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഇളക്കി കൊടുത്ത് ചൂടാക്കണം. ഈ കറിയിൽ ടൊമാറ്റോ ചേർക്കുന്നില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു മിക്സി ജാറിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇവിടെ 1/2 കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി കറി വയ്ക്കാനുള്ള മീൻചട്ടി ചൂടാക്കിയെടുക്കാം. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ഒന്ന് ചുറ്റിച്ച് എണ്ണ മുഴുവനും സ്പ്രെഡ് ചെയ്തെടുക്കണം. എണ്ണ ചൂടായിക്കഴിഞ്ഞ് കടുകിട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ ഉലുവയിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, ഇഞ്ചി ചോപ്പ് ചെയ്തത്, പച്ചമുളക്, കറിവേപ്പില. ഓൾറെഡി ചെറിയ ഉള്ളി നേരത്തെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്താൽ മതിയാകും. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ വീഡിയോ കാണുന്നവർ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് മറ്റ് വീഡിയോസ് കൂടി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത്രയും വഴറ്റിക്കഴിഞ്ഞാൽ പിന്നെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കാവുന്നതാണ്. ജാറിൽ ബാക്കിയുള്ള അരപ്പ് വെള്ളം ഒഴിച്ച് കലക്കി ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം തന്നെ ഒഴിച്ചാൽ മതി. അടുത്തത് കുടംപുളി സോക്ക് ചെയ്ത് വെച്ചത് ആ വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പും കൂടി ചേർക്കാം. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മീൻ പീസസ് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ തല ഉറപ്പായും മീൻ കറിയിൽ ചേർത്തിരിക്കണം. എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ചട്ടിയോടുകൂടി എടുത്ത് ഒന്ന് ചുറ്റിച്ച് വെക്കണം. ആ മീൻ പീസസിൻ്റെ സ്പേസിംഗ് ഒക്കെ ഒന്ന് ശരിയാവും. ഇനി അത് അടച്ചു വെച്ച് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കണം. അതിനുശേഷം വീണ്ടും ഓപ്പൺ ചെയ്ത് ആ ചട്ടിയോടുകൂടി ഒന്ന് ചുറ്റിച്ച് വെക്കണം. വീണ്ടും പഴയതുപോലെ ചെറുതായി ഓപ്പൺ ചെയ്തിരിക്കുന്ന രീതിയിൽ അടച്ചു വെക്കണം. ഇനി മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു 8 മിനിറ്റ് അങ്ങനെ ഇരുന്ന് വേകട്ടെ. അതിനുശേഷം ഓപ്പൺ ചെയ്യാം. മീൻ വേകുകയും ചെയ്തു. കറി പാകത്തിന് കുറുകി എണ്ണ തെളിഞ്ഞിട്ടുമുണ്ട്. ചട്ടി ഒന്നുകൂടി എടുത്ത് ചുറ്റിച്ചു കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തു. സിലോപ്പിയ വേവിച്ചത് റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.